നമസ്കാരം. വീണ്ടും ഈ ഇലക്ഷന് ശേഷം കണ്ണൂർ മേഖലയിൽ CPM വ്യാപക അക്രമത്തിന് പദ്ധതിയിടുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ബോംബ് ഉണ്ടാക്കുന്നതിനിടെ ഒരു സഖാവിന് കൈപ്പത്തി നഷ്ടപ്പെട്ടു, അത് കെട്ടുപടക്കമാണ്, ഏറുപടക്കമാണ് എന്നൊക്കെയാണ് ജയരാജൻ സഖാവ് പറഞ്ഞത്. അതുപോലെ വിവിധയിടങ്ങളിൽ ആയുധങ്ങളുമായി നിരവധി സഖാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നു. തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞാൽ ഇത്തരം എതിർ സ്ഥാനാർത്ഥിയെ ആക്രമിക്കുക, തല്ലുക, കൊല്ലുക, ബോംബെറിയുക, ഈ പതിവ് പരിപാടി CPM തുടരുകയാണ്. പലപ്പോഴും CPM-ന് സ്ലീപ്പർ സെല്ലുകളുണ്ട്, ഭരണം കയ്യിലുള്ള കൊണ്ട് മാത്രമാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് ഒരു സഖാവ് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. അർജുൻ ആയങ്കി എന്ന സഖാവാണത് പറഞ്ഞത്. ഇല്ലെങ്കിൽ എല്ലാത്തിനെയും തീർത്ത് കളയുമെന്നാണ്. ഇവിടെ കൊന്ന ചരിത്രം, അതായത് മറ്റുള്ള പാർട്ടിക്കാരെ ഒക്കെ തന്നെ കൊന്ന ചരിത്രം ആത്മാഭിമാനത്തോടെ പറയുന്ന നേതാക്കളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനി MM മണിയാണ്. ഒന്നിനെ തല്ലിക്കൊന്നു, ഒന്നിനെ വെടിവെച്ചു കൊന്നു, 1, 2, 3 പ്രസംഗം പ്രേക്ഷകർക്ക് ഓർമ്മ കാണും. അതുപോലെ MV ഗോവിന്ദൻ മാഷ് കൊന്നിട്ടുണ്ട് ധാരാളം, ഇനിയും കൊല്ലും എന്നുള്ള നിലയ്ക്കായിരുന്നു അദ്ദേഹം ഇതിനു മുൻപ് പലപ്പോഴും. ഇപ്പം ഈ പാർട്ടി സെക്രട്ടറി ആയതിൽ പിന്നെ കുറച്ച് കൊലവിളിയൊക്കെ മാറി ഒരുതരം ന്യായീകരണത്തിന്റെയും വിഡ്ഢിത്തം പറച്ചിലിന്റെയും ഒക്കെ തന്നെ ഒരു നിലയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. എന്തൊക്കെയായാലും ഈ രീതിയിൽ കണ്ണൂരിൽ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ CPM പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഭയപ്പെടുത്തി ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ജനങ്ങളെ ഒപ്പം നിർത്തുക. ഇതാണ് ഇവരുടെ പരിപാടി. ഭയം കൊണ്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ്, സത്യം പറഞ്ഞാൽ ഈ ഇലക്ഷൻ കമ്മീഷനും അതുപോലെയുള്ള സംവിധാനങ്ങളും ഇത്രയും ഈ വെബ്കാസ്റ്റിങ്ങും അതുപോലെയുള്ള സംവിധാനങ്ങളും ഒന്നും ഇല്ലെങ്കിൽ അവിടെ മറിച്ചായിരിക്കും സംഭവിക്കുന്നത്. വ്യാപക ബൂത്തുപിടുത്തവും മറ്റു കാര്യങ്ങളും ഭയപ്പെടുത്തി ഏജന്റുമാരെ, എതിർ പാർട്ടിക്കാരുടെ ഏജന്റുമാരെ ഇരിക്കാൻ അനുവദിക്കില്ല, അവരെ തല്ലി ഓടിക്കും. അതുപോലെ തന്നെ ഇവന്മാർ വിരട്ടി, പോലീസുകാരെ അടക്കം വിരട്ടി നിർത്തി ഇവന്മാർ കണ്ണുരുട്ടി വോട്ട് ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ള പരിപാടികളായിരുന്നു കാലങ്ങളായി കണ്ണൂരിൽ നടന്നുകൊണ്ടിരുന്നത്. ഈ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടി സുരക്ഷയും മറ്റ് ക്രമീകരണങ്ങളും പ്രശ്നബാധിത ബൂത്തുകളിലൊക്കെ തന്നെ ഇടപെടലൊക്കെ ഉണ്ടായപ്പോഴാണ് അതിന്റെ ഫലം അറിയാനുമുണ്ടല്ലോ, വ്യാപകമായി തോറ്റുകൊണ്ടിരിക്കുകയാണ്. പല പഞ്ചായത്തുകളും ഭരണം നഷ്ടപ്പെട്ടു. എന്നിട്ടും ഇവരെ നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് പാട്. ഞങ്ങളുടെ വോട്ട് ഷെയർ കൂടി, ഞങ്ങളുടെ എണ്ണം കൂടി, സീറ്റ് കണക്കാക്കിയാണ്, വോട്ടിന്റെ എണ്ണം കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ പിന്നെ കാര്യം. എന്തായാലും ആളുകളെ കൊല്ലുന്ന ഒരു പ്രസ്ഥാനമായി CPM വീണ്ടും എത്താനുള്ള സാധ്യത കൂടി ഒന്ന് നോക്കിക്കാണേണ്ടതുണ്ട്. ഒരു കാലത്തിന് ശേഷം കൊലപാതക രാഷ്ട്രീയം കണ്ണൂരിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അത് വീണ്ടും സജീവമായി കൊണ്ടുവരാനുള്ള ചില തീരുമാനങ്ങൾ, അതായത് അത്തരത്തിൽ ഉള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കി ജനങ്ങളിൽ ഭയം ജനിപ്പിച്ച് തങ്ങൾക്ക് അനുകൂലമായി ഇത് മാറ്റിയെടുക്കാൻ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ആ ഒരു കാര്യങ്ങൾ മാറ്റിയെടുക്കാനുള്ള ഗൂഢശ്രമമാണ് നടത്താൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതെ, ഇനിയും കൊന്നിട്ടുണ്ട്. അവിടെ RSSനെ തകർക്കും, തീർക്കും. മറ്റേയാളാണെങ്കിൽ 1, 2, 3 വെടിവെച്ച് കൊന്നു, തല്ലിക്കൊന്നു, വെട്ടിക്കൊന്നു എന്നൊക്കെയാണ് പറയുന്നത്. നേതാക്കളാണ് പറയുന്നത്, രാജ്യം ഭരിക്കുന്നവർ, നാട് ഭരിക്കുന്നവരാണ് പറയുന്നത് എന്ന് ഓർക്കുക. വീണ്ടും കൊലപാതക രാഷ്ട്രീയം, വീണ്ടും കൊലക്കത്തിയെടുക്കാൻ CPM തയ്യാറാകുന്നു. കേരളത്തെ, കണ്ണൂരിനെ വീണ്ടും രക്തക്കറയണിയിക്കാൻ CPM ഒരുങ്ങുന്നു. തോൽവിയുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ മൂലം ഇവിടെ ജനങ്ങൾക്കിടയിലേക്ക് ഭീതി വിതച്ചുകൊണ്ട് നേട്ടം കൊയ്യാൻ CPM ഒരുങ്ങുന്നുവോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിന് സർക്കാർ സംവിധാനങ്ങളും നിയമപാലന സംവിധാനങ്ങളുമൊക്കെ കൂട്ടുനിൽക്കും. കാരണം ഭരിക്കുന്നത് ഇവരാണല്ലോ. ഇതൊക്കെയായാലും കണ്ണൂരിലെ ജനങ്ങൾ അല്പം ഭീതിയിലാണ് എന്നുള്ളതാണ് സൂചന.